യമനിൽ നടന്ന കഥയാണിത്. സമുദ്രത്തിൽ കച്ചവടക്കാർക്ക് ധാരാളം ബോട്ട് സർവീസുകൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു ബോട്ടിൽ താരിഖ് ജോലി ചെയ്തിരുന്നു. ആ ബോട്ട് ജലാൽ അബ്ദുള്ളയുടേതായിരുന്നു. ഇവൻ ഒരു ജോലിയും നേരാവണ്ണം ചെയ്യുന്നില്ല. ഓരോ ഏടാകുടങ്ങൾ ഒപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത് മുതലാളി? ഈ തറ ഞാൻ നിന്നോട് വൃത്തിയാക്കാൻ പറഞ്ഞതല്ലേ? ഇങ്ങനെയാണോ വൃത്തിയാക്കുന്നത്? ഞാൻ തറ ശരിക്ക് വൃത്തിയാക്കിയതാ മുതലാളി. എന്നെ എതിർക്കാൻ മാത്രം നീ വളർന്നോ? മര്യാദയ്ക്ക് വീണ്ടും ഒന്നുകൂടി തറ തുടക്കേ. ഇനിയെങ്കിലും നന്നായി പണിയെടുക്കാൻ നോക്ക്. എപ്പോഴും ജലാൽ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും താരിഖിനെ കുറ്റപ്പെടുത്തി വഴക്കു പറയാനായിട്ട്. പാവം താരിഖ് പാവപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ജലാൽ പറയുന്ന എല്ലാ അസഭ്യങ്ങളും അവൻ സഹിച്ചുകൊണ്ടിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷമാണ് ജലാൽ തന്റെ ബോട്ടുമായി യമനിലേക്ക് തിരിച്ചെത്തിയത്. താരിഖിന് വളരെ സന്തോഷത്തിലാണ്. അവൻ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. ബോട്ട് കരയിലെത്തിയ ഉടനെ താരിഖ് ജലാലിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ? എന്റെ ശമ്പളം. ശമ്പളോ? ജോലി ചെയ്യുന്നവർക്കാണ് ശമ്പളം കൊടുക്കുക. നീ ഒരു ജോലിയും നേരാവണ്ണം ചെയ്യുന്നില്ലല്ലോ. കഴിഞ്ഞ 1 വർഷമായിട്ട് നിനക്ക് ഞാൻ ആഹാരം തരുന്നുണ്ട്. അതിന് നീ എനിക്ക് നന്ദി പറയണം. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. എന്ത്? ഞാൻ എങ്ങനെയാ എന്റെ വീട്ടിലേക്ക് കാശില്ലാതെ പോവുക? പണിയെടുക്കാത്തോണ്ട് കാശ് തന്നില്ലെന്ന് വീട്ടിൽ പോയി പറയേ. പാവം താരിഖ് കൗശലക്കാരനായ ജലാലിന്റെ അടുത്തു നിന്ന് പണം വസൂലാക്കാൻ അവന് സാധിച്ചില്ല. അവൻ കരയിൽ തന്നെ അലഞ്ഞു നടന്നു. കുറെ നേരം അലഞ്ഞതിനു ശേഷം അവൻ കരയിലിരുന്നു. എന്നിട്ട് അവൻ ആലോചിച്ചു, ഞാൻ വീട്ടിൽ പോയി ഇപ്പൊ എന്തു പറയും? അപ്പോൾ സമുദ്രത്തിലെ തിരമാലകൾ അവന്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ കൊണ്ടുവന്നു. ഈ കുപ്പി വെള്ളത്തിൽ പാറിക്കിടക്കാണല്ലോ. അതിനകത്ത് എന്തായിരിക്കും? താരിഖ് എഴുന്നേറ്റു. അവൻ ആ ബോട്ടിൽ കയ്യിലെടുത്തു. അതൊരു വ്യത്യാസപ്പെട്ട ഭാരമുള്ള ബോട്ടിലായിരുന്നു. താരിഖ് ബോട്ടിൽ തുറന്ന ഉടനെ അകത്തുനിന്ന് ഒരു ഭൂതം പുറത്തു വന്നു. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം! ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ആ ഭൂതം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. നൃത്തം ചെയ്യുന്ന ഭൂതത്തെ കണ്ട് താരിഖ് പേടിച്ചുപോയി. നീ എന്നെ കണ്ട് പേടിക്കണ്ട. നീ എന്റെ സുഹൃത്താ. തുറക്കൂ സീസേ, ഞാനിപ്പോൾ പുറത്തു വന്നു. നിനക്കിനി നല്ല കാലമാ. ഒന്നും പേടിക്കണ്ട. എന്നെ സ്വതന്ത്രനാക്കിയതിന്റെ പേരിൽ എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുകൊണ്ട് നിന്റെ ഒരേ ഒരു ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്ത് ഒരേ ഒരു ആഗ്രഹമോ? അതെ. വേറെന്താണ് വേണ്ടത്? ഇനി ചോദിക്ക്, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാം. ശരി. ഭൂതം അതിനായി കാത്തിരുന്നു. താരിഖ് ആലോചിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇത്രയും കാലം ഒരാളുടെ കപ്പലിലാ ജോലി ചെയ്തിരുന്നത്. അതിനുള്ള ശമ്പളം അവരെനിക്ക് തന്നില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു കപ്പൽ മേടിക്കണം. ഒരുപക്ഷെ എന്റെ കപ്പൽ കടലിൽ മുങ്ങിപ്പോയാൽ പിന്നീട് എന്റെ കയ്യിൽ കാശുണ്ടാവില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോവാ? സുഹൃത്തെ, നീ ഒരു കാര്യം ചെയ്യേ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് എന്നോട് പറയേ. ഞാൻ പറയാൻ ചിന്നെ. എനിക്ക് ഒരു വലിയ കപ്പൽ വേണം. അതൊരിക്കലും കടലിൽ മുങ്ങിപ്പോവാൻ പാടില്ല. അതുമല്ല, അതിനെ ആരെങ്കിലും ആക്രമിച്ചാലും അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ 2 ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങളും വേണം. അത്രയും മതിയോ? ആ, മതി മതി. ആ, എന്നാ ശരി. തുറക്കൂ സീസേ. നീ ആവശ്യപ്പെട്ട പോലെ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ. ഒരു മാന്ത്രിക കപ്പൽ, അതിനകത്ത് 2 ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ഭൂതം താരിഖിന്റെ മുന്നിൽ മനോഹരമായ ഒരു വലിയ ബോട്ട് കൊണ്ടുവന്ന് നിർത്തി. കൂടെ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ചാക്കുകളും. താരിഖിന് വളരെ സന്തോഷമായി. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. നിനക്കും നന്ദിയുണ്ട്. നീ ആ കുപ്പി തുറന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം ഒരിക്കലും കിട്ടില്ലായിരുന്നു. എന്നാ ഞാൻ പോവുകയാണേ. വരട്ടെ സുഹൃത്തേ. പോയിട്ട് വരൂ ചങ്ങാതി. സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ചാക്കും കൊണ്ട് താരിഖ് വീട്ടിലേക്ക് ചെന്നു. അവന്റെ വീട്ടിലുള്ളവർ അവനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. അവരുടെ ദാരിദ്ര്യം അവസാനിച്ചു. ഇപ്പോൾ താരിഖ് ഒരു സാധാരണ തൊഴിലാളിയല്ല. അവൻ ഒരു ബോട്ടിന്റെ മുതലാളിയായിരിക്കുന്നു. താരിഖിന്റെ ബോട്ട് കച്ചവടത്തിനായി സമുദ്രത്തിൽ പോയിക്കൊണ്ടിരുന്നു. താരിഖിന്റെ ബോട്ടിൽ ധാരാളം ജനങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു. താരിഖ് വളരെ സ്നേഹത്തോടെ എല്ലാവരോടും സംസാരിച്ചു. സുഖം തന്നെയാണല്ലോ അല്ലേ? മുതലാളി ഉള്ളപ്പോ എനിക്ക് ഇവിടെ എന്താ ഒരു കുറവ്? എപ്പോഴും സന്തോഷത്തോടെ സുഖമായിട്ടിരിക്കൂ. ഇതാ നിങ്ങൾ ജോലി ചെയ്തതിനുള്ള കൂലി. ഇനിയും ഞങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോ നിങ്ങൾ വരണം കേട്ടോ. തീർച്ചയായും.
കാലം അതിന്റെ ഗതിപ്രകാരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കാലക്രമേണ അവൻ യമനിൽ എല്ലാവരും അറിയപ്പെട്ടവനായി. അവൻ പണക്കാരുടെ കൂട്ടത്തിൽ ഒരാളായി. ഒരു ദിവസം നടന്ന സംഭവമാണിത്. താരിഖിന്റെ പഴയ മുതലാളി ജലാൽ അവന്റെ ബോട്ട് കാണാനിടയായി. ഇവനാ താരിഖല്ലേ, ഒരിക്കൽ എന്റെ കപ്പലിൽ ജോലി ചെയ്തവൻ. പക്ഷെ ഇവന്റെ അടുത്ത് ഇത്രയും പണം എവിടുന്നാ വന്നത്? പോരാത്തതിന് ഇവനൊരു കപ്പലും സ്വന്തമായിട്ടുണ്ട്. ഇവൻ എന്നെ പോലെ തന്നെ ഒരു കപ്പൽ മുതലാളിയായി മാറി. ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ജലാൽ നടുരാത്രിയിൽ താരിഖിന്റെ ബോട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചു. എന്താ നടക്കുന്നെന്ന് കണ്ടോ? ജലാൽ ബോട്ടിൽ തീ കത്തിച്ചപ്പോൾ ആ ബോട്ടിന് തീ പിടിക്കുന്നില്ലെന്ന് അയാൾ കണ്ടു. എന്താ ഇത് കത്തുന്നില്ലല്ലോ. ജലാൽ വീണ്ടും ബോട്ടിന് തീ കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബോട്ടിന് അല്പം പോലും തീ പിടിച്ചില്ല. അത് കണ്ടപ്പോൾ ജലാലിന് അത്ഭുതം തോന്നി. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ കപ്പൽ കത്താത്തത്? ഒരുപക്ഷെ ഈ മണ്ണെണ്ണയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകൂ. ജലാൽ മണ്ണെണ്ണ മണത്തു നോക്കി. അപ്പോൾ അയാളുടെ ഒരു ജോലിക്കാരൻ നിലവിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. മുതലാളി, മുതലാളി, നമ്മുടെ കപ്പൽ കത്തുന്നു. എന്ത്? എന്റെ കപ്പലിൽ തീ പിടിച്ചെന്നോ? ജലാൽ പരിഭ്രമിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. അയാൾ കത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ എത്തിച്ചേർന്നു. അയാൾ അലറി നിലവിളിച്ചു. ഞാൻ താരിഖിന്റെ കപ്പൽ കത്തിക്കാൻ ശ്രമിച്ചതാ, എന്നിട്ടിപ്പോ എന്റെ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുക. ജലാൽ താരിഖിന്റെ ബോട്ട് കത്തിക്കാൻ നോക്കി. പകരം അയാളുടെ ബോട്ടിന് തീപിടിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് കുഴി കുഴിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ വീഴുമെന്ന്. താരിഖിന്റെ ബോട്ടിന് ഒന്നും സംഭവിച്ചില്ല. കാരണം അത് മാന്ത്രിക ബോട്ടായിരുന്നു. യമനിൽ നടന്ന കഥയാണിത്. സമുദ്രത്തിൽ കച്ചവടക്കാർക്ക് ധാരാളം ബോട്ട് സർവീസുകൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു ബോട്ടിൽ താരിഖ് ജോലി ചെയ്തിരുന്നു. ആ ബോട്ട് ജലാൽ അബ്ദുള്ളയുടേതായിരുന്നു. ഇവൻ ഒരു ജോലിയും നേരാവണ്ണം ചെയ്യുന്നില്ല. ഓരോ ഏടാകുടങ്ങൾ ഒപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത് മുതലാളി? ഈ തറ ഞാൻ നിന്നോട് വൃത്തിയാക്കാൻ പറഞ്ഞതല്ലേ? ഇങ്ങനെയാണോ വൃത്തിയാക്കുന്നത്? ഞാൻ തറ ശരിക്ക് വൃത്തിയാക്കിയതാ മുതലാളി. എന്നെ എതിർക്കാൻ മാത്രം നീ വളർന്നോ? മര്യാദയ്ക്ക് വീണ്ടും ഒന്നുകൂടി തറ തുടക്കേ. ഇനിയെങ്കിലും നന്നായി പണിയെടുക്കാൻ നോക്ക്. എപ്പോഴും ജലാൽ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും, താരിഖിനെ കുറ്റപ്പെടുത്തി വഴക്കു പറയാനായിട്ട്. പാവം താരിഖ് പാവപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ജലാൽ പറയുന്ന എല്ലാ അസഭ്യങ്ങളും അവൻ സഹിച്ചുകൊണ്ടിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷമാണ് ജലാൽ തന്റെ ബോട്ടുമായി യമനിലേക്ക് തിരിച്ചെത്തിയത്. താരിഖിന് വളരെ സന്തോഷത്തിലാണ്. അവൻ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. ബോട്ട് കരയിൽ എത്തിയ ഉടനെ താരിഖ് ജലാലിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ? എന്റെ ശമ്പളം. ശമ്പളോ? ജോലി ചെയ്യുന്നവർക്കാണ് ശമ്പളം കൊടുക്കുക. നീ ഒരു ജോലിയും നേരാവണ്ണം ചെയ്യുന്നില്ലല്ലോ. കഴിഞ്ഞ 1 വർഷമായിട്ട് നിനക്ക് ഞാൻ ആഹാരം തരുന്നുണ്ട്. അതിന് നീ എനിക്ക് നന്ദി പറയണം. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. എന്ത്? ഞാൻ എങ്ങനെയാ എന്റെ വീട്ടിലേക്ക് കാശില്ലാതെ പോവുക? പണിയെടുക്കാത്തോണ്ട് കാശ് തന്നില്ലെന്ന് വീട്ടിൽ പോയി പറയേ. പാവം താരിഖ് കൗശലക്കാരനായി ജലാലിന്റെ അടുത്ത് നിന്ന് പണം വസൂലാക്കാൻ അവന് സാധിച്ചില്ല. അവൻ കരയിൽ തന്നെ അലഞ്ഞു നടന്നു. കുറെ നേരം അലഞ്ഞതിനു ശേഷം അവൻ കരയിലിരുന്നു. എന്നിട്ട് അവൻ ആലോചിച്ചു, ഞാൻ വീട്ടിൽ പോയി ഇപ്പൊ എന്തു പറയും? അപ്പോൾ സമുദ്രത്തിലെ തിരമാലകൾ അവന്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ കൊണ്ടുവന്നു. ഈ കുപ്പി വെള്ളത്തിൽ പാറിക്കിടക്കാണല്ലോ, അതിനകത്ത് എന്തായിരിക്കും? താരിഖ് എഴുന്നേറ്റു. അവൻ ആ ബോട്ടിൽ കയ്യിലെടുത്തു. അതൊരു വ്യത്യാസപ്പെട്ട ഭാരമുള്ള ബോട്ടിലായിരുന്നു. താരിഖ് ബോട്ടിൽ തുറന്ന ഉടനെ അകത്തുനിന്ന് ഒരു ഭൂതം പുറത്തു വന്നു. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം! ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ആ ഭൂതം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. നൃത്തം ചെയ്യുന്ന ഭൂതത്തെ കണ്ട് താരിഖ് പേടിച്ചുപോയി. നീ എന്നെ കണ്ട് പേടിക്കണ്ട, നീ എന്റെ സുഹൃത്താ. തുറക്കൂ സീസേ, ഞാനിപ്പോൾ പുറത്തു വന്നു. നിനക്കിനി നല്ല കാലമാ, ഒന്നും പേടിക്കണ്ട. എന്നെ സ്വതന്ത്രനാക്കിയതിന്റെ പേരിൽ എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുകൊണ്ട് നിന്റെ ഒരേ ഒരു ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്ത് ഒരേ ഒരു ആഗ്രഹമോ? അതെ, വേറെന്താണ് വേണ്ടത്? ഇനി ചോദിക്കേ, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാം. ശരി. ഭൂതം അതിനായി കാത്തിരുന്നു. താരിഖ് ആലോചിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇത്രയും കാലം ഒരാളുടെ കപ്പലിലാ ജോലി ചെയ്തിരുന്നത്. അതിനുള്ള ശമ്പളവും അവരെനിക്ക് തന്നില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു കപ്പൽ മേടിക്കണം. ഒരുപക്ഷെ എന്റെ കപ്പൽ കടലിൽ മുങ്ങിപ്പോയാൽ
പിന്നീട് എന്റെ കയ്യിൽ കാശുണ്ടാവില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോവാ? സുഹൃത്തെ, നീ ഒരു കാര്യം ചെയ്യേ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് എന്നോട് പറയേ. ഞാൻ പറയാൻ ചിന്നെ. എനിക്ക് ഒരു വലിയ കപ്പൽ വേണം. അതൊരിക്കലും കടലിൽ മുങ്ങിപ്പോവാൻ പാടില്ല. അതുമല്ല, അതിനെ ആരെങ്കിലും ആക്രമിച്ചാലും അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ 2 ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങളും വേണം. അത്രയും മതിയോ? ആ, മതി മതി. ആ, എന്നാ ശരി, തുറക്കൂ സീസേ. നീ ആവശ്യപ്പെട്ട പോലെ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ. ഒരു മാന്ത്രിക കപ്പൽ, അതിനകത്ത് 2 ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ഭൂതം താരിഖിന്റെ മുന്നിൽ മനോഹരമായ ഒരു വലിയ ബോട്ട് കൊണ്ടുവന്ന് നിർത്തി. കൂടെ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ചാക്കുകളും. താരിഖിന് വളരെ സന്തോഷമായി. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. നിനക്കും നന്ദിയുണ്ട്. നീ ആ കുപ്പി തുറന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം ഒരിക്കലും കിട്ടില്ലായിരുന്നു. എന്നാ ഞാൻ പോകുകയാണേ. വരട്ടെ സുഹൃത്തേ. പോയിട്ട് വരൂ ചങ്ങാതി. സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ചാക്കും കൊണ്ട് താരിഖ് വീട്ടിലേക്ക് ചെന്നു. അവന്റെ വീട്ടിലുള്ളവർ അവനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. അവരുടെ ദാരിദ്ര്യം അവസാനിച്ചു. ഇപ്പോൾ താരിഖ് ഒരു സാധാരണ തൊഴിലാളിയല്ല, അവൻ ഒരു ബോട്ടിന്റെ മുതലാളിയായിരിക്കുന്നു. താരിഖിന്റെ ബോട്ട് കച്ചവടത്തിനായി സമുദ്രത്തിൽ പോയിക്കൊണ്ടിരുന്നു. താരിഖിന്റെ ബോട്ടിൽ ധാരാളം ജനങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു. താരിഖ് വളരെ സ്നേഹത്തോടെ എല്ലാവരോടും സംസാരിച്ചു. സുഖം തന്നെയാണല്ലോ അല്ലേ? മുതലാളി ഉള്ളപ്പോ എനിക്ക് ഇവിടെ എന്താ ഒരു കുറവ്? എപ്പോഴും സന്തോഷത്തോടെ സുഖമായിട്ടിരിക്കൂ. ഇതാ നിങ്ങൾ ജോലി ചെയ്തതിനുള്ള കൂലി. ഇനിയും ഞങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോ നിങ്ങൾ വരണം കേട്ടോ. തീർച്ചയായും. കാലം അതിന്റെ ഗതിപ്രകാരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കാലക്രമേണ അവൻ യമനിൽ എല്ലാവരും അറിയപ്പെട്ടവനായി. അവൻ പണക്കാരുടെ കൂട്ടത്തിൽ ഒരാളായി. ഒരു ദിവസം നടന്ന സംഭവമാണിത്. താരിഖിന്റെ പഴയ മുതലാളി ജലാൽ അവന്റെ ബോട്ട് കാണാനിടയായി. ഇവനാ താരിഖല്ലേ, ഒരിക്കൽ എന്റെ കപ്പലിൽ ജോലി ചെയ്തവൻ. പക്ഷെ ഇവന്റെ അടുത്ത് ഇത്രയും പണം എവിടുന്നാ വന്നത്? പോരാത്തതിന് ഇവനൊരു കപ്പലും സ്വന്തമായിട്ടുണ്ട്. ഇവൻ എന്നെ പോലെ തന്നെ ഒരു കപ്പൽ മുതലാളിയായി മാറി. ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ജലാൽ നടുരാത്രിയിൽ താരിഖിന്റെ ബോട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചു. എന്താ നടക്കുന്നെന്ന് കണ്ടോ? ജലാൽ ബോട്ടിൽ തീ കത്തിച്ചപ്പോൾ ആ ബോട്ടിന് തീ പിടിക്കുന്നില്ലെന്ന് അയാൾ കണ്ടു. എന്താ ഇത് കത്തുന്നില്ലല്ലോ. ജലാൽ വീണ്ടും ബോട്ടിന് തീ കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബോട്ടിന് അല്പം പോലും തീ പിടിച്ചില്ല. അത് കണ്ടപ്പോൾ ജലാലിന് അത്ഭുതം തോന്നി. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ കപ്പൽ കത്താത്തത്? ഒരുപക്ഷെ ഈ മണ്ണെണ്ണയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകൂ. ജലാൽ മണ്ണെണ്ണ മണത്തു നോക്കി. അപ്പോൾ അയാളുടെ ഒരു ജോലിക്കാരൻ നിലവിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. മുതലാളി, മുതലാളി, നമ്മുടെ കപ്പല് കത്തുന്നു. എന്ത്? എന്റെ കപ്പലിൽ തീ പിടിച്ചെന്നോ? ജലാൽ പരിഭ്രമിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. അയാൾ കത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ എത്തിച്ചേർന്നു. അയാൾ അലറി നിലവിളിച്ചു. ഞാൻ താരിഖിന്റെ കപ്പല് കത്തിക്കാൻ ശ്രമിച്ചതാ, എന്നിട്ടിപ്പോ എന്റെ കപ്പല് കത്തിക്കൊണ്ടിരിക്കുക. ജലാൽ താരിഖിന്റെ ബോട്ട് കത്തിക്കാൻ നോക്കി. പകരം അയാളുടെ ബോട്ടിന് തീപിടിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് കുഴി കുഴിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ വീഴുമെന്ന്. താരിഖിന്റെ ബോട്ടിന് ഒന്നും സംഭവിച്ചില്ല. കാരണം അത് മാന്ത്രിക ബോട്ടായിരുന്നു.